ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ കോൺഫിഗറേഷൻസ് ആണ്. ഈ കോൺഫിഗറേഷൻസ് എന്നുള്ള ഒരു കാര്യം തന്നെ വരാൻ കാരണം തന്നെ ട്രാൻസിസ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു ഇറ്റ് ഈസ് എ 3-layer 2-junction 3-terminal ഡിവൈസ് എന്ന് പറഞ്ഞാണ് നമ്മൾ ട്രാൻസിസ്റ്ററിന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതിന് 3 നമ്മൾ ടെർമിനൽസ് ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ള ഒരു രീതി ഇതിനെ സംബന്ധിച്ച് വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് കാര്യങ്ങൾ. ഒരു ഡയോഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ 2-terminal ഡിവൈസ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഡയോഡിന് ഒന്നുമില്ലെങ്കിൽ ഒരു ഫോർവേഡിലോ അല്ലെങ്കിൽ റിവേഴ്സിലോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ പറയാനുള്ളതൊക്കെ നമ്മുടെ തീരും. ഒരു ഫോർവേഡ് ക്യാരിയോ റിവേഴ്സ് ക്യാരിയോ മാത്രം അവിടെ പഠിച്ചാൽ മതി. പക്ഷെ ഇവിടത്തെ കേസിൽ അങ്ങനെയല്ല. നമ്മൾ 3 റീജിയനിലെ ഓപ്പറേഷനൊക്കെ ഇതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ എങ്ങനെ 2 ജംഗ്ഷൻ ഉണ്ട്, 2 ജംഗ്ഷൻ എങ്ങനെ വോൾട്ടേജസ് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടാണ് 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻസ് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററിനെ കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ കോൺഫിഗറേഷൻസ് നമ്മൾ പറയും. ഈ കോൺഫിഗറേഷനിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഏത് ടെർമിനലിന് നമ്മൾ കോമൺ ആക്കി വെക്കും. കോമൺ എന്നുള്ള വാക്ക് പറയുന്ന ആ ടെർമിനലിൽ ഇൻപുട്ടിലേക്കും ഔട്ട്പുട്ടിലേക്കും എപ്പോഴും കോമൺ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. മറ്റ് 2 ടെർമിനലിലും 2 സൈഡിലേക്കും. അപ്പൊ കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ NPN-ലും PNP-ലും നോക്കുകയാണെങ്കിൽ ബേസ് കോമൺ ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും ഇൻപുട്ടിലേക്കും ഔട്ട്പുട്ടിലേക്കും. പിന്നെ ഇൻപുട്ട് സൈഡിൽ എമിറ്റർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് സൈഡിലാണെങ്കിൽ കളക്ടർ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ എമിറ്റർ ആണല്ലോ ഇവിടെ കോമൺ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ എമിറ്റർ ഇൻപുട്ടിലേക്കും ഔട്ട്പുട്ടിലും കോമൺ ആയിട്ട് വരും. അതുപോലെ തന്നെ ബേസ് ഇൻപുട്ട് സൈഡിൽ നിൽക്കും, കളക്ടർ ഔട്ട്പുട്ട് സൈഡിലേക്കും ഒരു ടെർമിനലായിട്ട് പുറത്തേക്ക് വരും. ഇതാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഇതാണ് വൈഡ്ലി നമ്മൾ ഉപയോഗിക്കുന്നത്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ ആംപ്ലിഫയർ എന്നുള്ള ആപ്ലിക്കേഷനിൽ വൈഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് ലാസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഇതില് കളക്ടർ കോമൺ ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ടിലേക്ക് ഔട്ട്പുട്ടിലേക്കും വരും. പിന്നെ ബേസ് ഇൻപുട്ട് സൈഡിൽ വരും, എമിറ്റർ ഔട്ട്പുട്ട് സൈഡിലേക്ക് ഇവിടെ വരും. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പ് കോൺഫിഗറേഷൻ ആണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻസ്. അപ്പൊ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ഏത് ടെർമിനൽ കോമൺ ആക്കി നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻസ് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ്. പക്ഷെ അതിൽ തന്നെ ഇത് 3 കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിങ്ങനെ 3 കോൺഫിഗറേഷനിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വരച്ച് പഠിക്കുന്ന വലിയ ക്ലാസ്സുകൾ നമുക്ക് പഠിക്കും. പക്ഷെ നമ്മൾ അതിന്റെ ഒരു മിനി രൂപം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ടേബിൾ ഇവിടെ ഉൾപ്പെടുത്തിയത്. അപ്പൊ അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ 3 കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് അതുപോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് സൈഡിലുള്ള റെസിസ്റ്റൻസ്. അത് ഏതൊരു സർക്യൂട്ട് എടുത്താലും അതിന്റെ ഇൻപുട്ട് സൈഡിൽ മിനിമം ഇത്ര റെസിസ്റ്റൻസ് വേണമെന്നുണ്ട്. റെസിസ്റ്റൻസ് വല്ലാണ്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ്ടാവുക, കറണ്ട് ഫ്ലോ കൂടുതലായിട്ട് ആ ഡിവൈസിലേക്ക് ഒഴുകും. അങ്ങനെ അത് കത്തിപ്പോകാനുള്ള ചാൻസ് വരും. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കമ്പാരിസണിൽ. പിന്നെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അതെന്ന് പറയുന്നത് എപ്പോഴും പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോയില് വല്ലാണ്ട് ലോയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും പ്രശ്നമാണ്. അപ്പൊ ഒരു മോഡറേറ്റ് ലെവലിൽ ആളെ പിടിച്ചു നിർത്തണം. അതാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെ, അത് ഔട്ട്പുട്ടിലുള്ള റെസിസ്റ്റൻസ് ആണ് സൂചിപ്പിക്കുന്നത്. പിന്നെ കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ എന്നുള്ള സാധനം അത് നമ്മൾ തുടർന്നുള്ള ഇതിൽ പഠിക്കുന്നുണ്ട്. ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻപുട്ടിലെ കറണ്ട് ബൈ ഔട്ട്പുട്ടിലെ കറണ്ട് ബൈ ഇൻപുട്ടിലെ കറണ്ട് ഗെയിൻ എന്ന് പറയും. അതുപോലെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയും. പിന്നെ ലീക്കേജ് കറണ്ട്, റിവേഴ്സ് ബയാസിൽ വരുമ്പോൾ റിവേഴ്സിലാവുമ്പോൾ ഒഴുകുന്ന കറണ്ട് ലീക്കേജ് കറണ്ട് എന്ന് പറയും. പിന്നെ എവിടെ ഇത് ആപ്ലിക്കേഷൻസ് നടത്തുന്നു. പിന്നെ എന്തെങ്കിലും ഫേസ് ഷിഫ്റ്റ് ഉണ്ടോ? ഫേസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ കിട്ടുകയാണെങ്കിൽ ഫേസ് ഷിഫ്റ്റ് നമ്മളില്ല എന്ന് പറയും. പക്ഷെ ചില കോൺഫിഗറേഷൻ ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു അതിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുക അത് തല തിരിഞ്ഞിട്ടാണ് കിട്ടുക. അപ്പൊ 180 ഡിഗ്രിയിലെ മാറ്റമുണ്ട് എന്നുള്ളത് നമ്മൾ പറയും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് കോമൺ കളക്ടർ കോൺഫിഗറേഷനാണ് വരുന്നത്. അതുപോലെ കോമൺ ബേസിനാണെങ്കിൽ ഏറ്റവും കുറവും
വരുന്നത്. കോമൺ എമിറ്റർ ആണെങ്കിൽ ഒരു മോഡറേറ്റ്ലി രണ്ടിന് ഇടയ്ക്ക് നിൽക്കുന്നു. ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വരുന്നത് കോമൺ ബേസിനെ ആണെങ്കിലും നമ്മൾ ഏറ്റവും കുറവ് വരുന്നത് കോമൺ കളക്ടറിനെയും അതുപോലെ അതിന്റെ ഇടയിലാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ വരുന്നത്. പിന്നെ കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഗെയിൻ ലെസ് ദാൻ യൂണിറ്റി ആണ് കോമൺ ബേസിൽ ഉള്ളത്. മറ്റവരൊക്കെ ഹൈ ആണ്, ഫെയർലി ഹൈ ആണ് നിൽക്കുന്നത്. വോൾട്ടേജ് ഗെയിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും ശരി, കോമൺ കളക്ടർ ലെസ് ദാൻ യൂണിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നാണ്, ഒന്നിനെക്കാട്ടും താഴെ എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. മറ്റൊരു രണ്ടുപേരും ഏകദേശം ഒരെണ്ണം എന്താ പറയാ ഒരു മോഡറേറ്റ്ലി ഹൈ ആയിട്ട് നിൽക്കുന്നത് കോമൺ ബേസും പിന്നെ അതുപോലെ കോമൺ എമിറ്റർ ആണ് ഒരു ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്നത്. ലീക്കേജ് കറണ്ടിന്റെ കാര്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറവുണ്ടാവുന്നത് കോമൺ ബേസിലാണ്, മറ്റു രണ്ടെണ്ണത്തിനും കൂടുതൽ തന്നെയായിരിക്കും. പിന്നെ ഇത് എവിടെ ഉപയോഗിക്കും, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതിൽ ഹൈ ഫ്രീക്വൻസി വരുന്ന അപ്ലിക്കേഷനിലാണ് നമ്മൾ കോമൺ ബേസ് ഉപയോഗിക്കുള്ളൂ. അല്ലാത്ത സ്ഥലത്തൊന്നും കോമൺ ബേസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് എന്തുകൊണ്ട് കോമൺ ബേസ് ഹൈ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അങ്ങനെ തുടർന്ന ക്യാരക്ടറിസ്റ്റിക്സുകളാണ് അതിലോട്ട് ഉപയോഗിക്കാൻ പ്രാപ്തമാക്കുന്നത്. ഇനി ഇപ്പുറത്ത് കോമൺ എമിറ്റർ ആണെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസിലാണ് ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ. അതുപോലെ ഇംപിഡൻസ് മാച്ചിങ് എന്ന് പറയുന്ന പരിപാടിക്ക് മാത്രമേ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ഉപയോഗിക്കുള്ളൂ. ഇംപിഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നലിലേക്ക് നമ്മൾ അവസാനം മാച്ച് ചെയ്ത് വരുന്ന ഒരു ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഓരോ അപ്ലിക്കേഷൻസിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. അത് നമുക്ക് ഓരോന്നും വിശദമായിട്ട് ഇനി വരുമ്പോൾ പല ഇതിലും നമുക്ക് ഇംപിഡൻസ് മാച്ചിങ് പഠിക്കാനൊക്കെ ആയിട്ട് വരും. അപ്പൊ പഠിക്കാം. പിന്നെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ആകെ ഫേസ് ഷിഫ്റ്റ് ഇവിടെ സംഭവിക്കുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ മാത്രമേ ഉള്ളൂ. അതായത് സിഗ്നൽ കൊടുത്താൽ തല തിരിഞ്ഞ് ഫേസ് റിവേഴ്സ് ചെയ്ത് വരുന്നത് ആകെ കാണുന്നത് എവിടെ മാത്രമേ ഉള്ളൂ, കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലുള്ളൂ. കോമൺ കളക്ടറിലും കോമൺ ബേസിലും അത് നമ്മൾ കാണുകയില്ല, അങ്ങനെ ഒരു സംഗതി. അപ്പൊ അതാണ് നമ്മൾ ഇതിൽ നിന്ന് ഈ 7 പോയിന്റ്സ് ആണ് ഇത് നമ്മൾ വെച്ച് കമ്പയർ ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മുടെ ബുക്കുകളിൽ ഇതില് 1-2 പോയിന്റിനെ കുറിച്ച് മാത്രമേ ഡിസ്കഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ ബാക്കിയുള്ളതിന് ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കോൺഫിഗറേഷനിൽ നോക്കുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ പഠിക്കേണ്ടി വരും, പിന്നെ ഇതിന്റെ അപ്ലിക്കേഷൻസ് എങ്ങനെയാണ് വരുന്നത്, ഫേസ് റിവേഴ്സൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്.